നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ 3 പേർ മരിച്ചതിന് കാരണം മദ്യലഹരിയിൽ നിന്നും ശിവകൃഷ്ണന്റെ അശ്രദ്ധയാണ് എന്ന് വ്യക്തം. കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് കൈവരി ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് പ്രധാന കാരണം. പുലർച്ചെ 12 മണിയോടുകൂടിയാണ് സംഭവം. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ എന്ന 36 വയസ്സുകാരൻ, കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന എന്ന 33 വയസ്സുകാരിയും അവരുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്ന 22 വയസ്സുകാരനുമാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 12:15 സംഭവം ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് കാരണമായത്. സുഹൃത്തായ ശിവകൃഷ്ണനുമായി ഇന്നലെ രാത്രിയിൽ അർച്ചന വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയത്. അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് എത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം സാധ്യതകളെല്ലാം മനസ്സിലാക്കി. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്ക് ഇറങ്ങിയത്. ഈ സമയത്ത് കിണറ്റിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും മരിച്ചിരുന്നു. പിന്നീട് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറ കഷ്ണങ്ങൾ തലയിൽ പതിച്ചാണ് മരണകാരണം ഉണ്ടായിരിക്കുന്നത്. ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് സത്യത്തിൽ ഈ അപകടത്തിന് പ്രധാന കാരണം. കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമാണ് എന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഇത് അയാൾ അനുസരിച്ചിരുന്നില്ല. മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇയാൾ നിന്ന സ്ഥലത്ത് നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീണത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. അർച്ചനയെ രക്ഷിക്കുമ്പോൾ ടോർച്ച് വെളിച്ചവുമായി ശിവകൃഷ്ണൻ കൈവരിയിൽ ചാരി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കൈവരി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘത്തെ പുറത്തെടുത്തപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. 80 അടി ആഴമുള്ള ഈ കിണറിന്റെ അരികിൽ നിന്ന് അർച്ചന കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടികൾ അമ്മയുടെ അവസ്ഥയെ അറിയിച്ച് ഫയർഫോഴ്സിനെ വിളിച്ചു. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ വന്നപ്പോൾ സോണി എസ് കുമാറിന് പുറമെ മറ്റു യൂണിറ്റ് അംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി. അർച്ചനയുടെ മൂത്ത 2 കുട്ടികൾ വഴിയിൽ നിന്ന് ഫയർഫോഴ്സ് ജീവനക്കാർക്ക് അമ്മ കിണറ്റിൽ കിടക്കുന്നുവെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് സോണി റോപ്പ്, ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കിണറ്റിന്റെ 80 അടി താഴ്ചയിലേക്ക് ഇറങ്ങി. യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കിണറ്റിന്റെ പഴയ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീണത്. ഈ അപകടത്തിൽ സോണികുമാറും അർച്ചനയും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ശിവകൃഷ്ണനും ബാലൻസ് നഷ്ടപ്പെട്ട് കിണറ്റിലേക്ക് വീണു. 3 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. നാട്ടുകാർ പറയുന്ന വിവരം അനുസരിച്ച് അർച്ചനയും ശിവകൃഷ്ണനും കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് താമസിക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമായതെന്നും പ്രാഥമിക നിഗമനമുണ്ട്. കുട്ടികളെല്ലാം ഇപ്പോൾ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണുള്ളത്. ഫയർഫോഴ്സ് ജീവനക്കാരന്റെ ധീരമായ രക്ഷാപ്രവർത്തനം പോലും ഈ ദുരന്തത്തെ തടയാൻ കഴിഞ്ഞില്ല. സോണികുമാറിന്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിന് വലിയ ആഘാതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുമുണ്ട്. ഈ ശിവകുമാർ എന്ന് പറയുന്ന 22 വയസ്സുകാരന്റെ അശ്രദ്ധ തന്നെയാണ് ഈ മരണത്തിന് കാരണമായിരിക്കുന്നത്. ഫയർഫോഴ്സ് അംഗങ്ങൾ ഒന്ന് ഓർക്കുക, നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങളെ ആശ്രയിച്ചും അനവധി ആളുകൾ ഇവിടെ ജീവനോടെ, അതായത് കുടുംബം ജീവനോടെ കാത്തിരിപ്പുണ്ട്. കഷ്ടപ്പെട്ട് ജോലി നേടുന്നു. പക്ഷേ തൻ്റെ ജീവൻ പോലും മറന്ന് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള അശ്രദ്ധ കാരണം സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നത് വലിയ ത്യാഗം തന്നെയെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം മദ്യപാനികളെ ഇത്തരം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ നിന്നും മാറ്റേണ്ട ഉത്തരവാദിത്തം നാട്ടുകാർ കൂടി മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത്.